അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് ആവശ്യമായിരിക്കാം കേട്ടോ. കാരണം എല്ലാ വർഷവും പകൽ വെടിക്കെട്ട് നമ്മൾ മിസ്സാക്കാറില്ല. അപ്പോൾ ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടിനൊക്കെ പോയി. മോൾക്ക് എക്സാം ഉള്ളത് കാരണം അവളില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരുമാണ്. പിന്നെ കൂടെ നമ്മുടെ ചങ്ക് ബ്രോ പ്രസാദ് ഉണ്ട്. നമ്മുടെ കൂട്ടുകാരനല്ല, നമ്മുടെ സഹോദരൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂടെ വരാം. അവൻ കുറേ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇങ്ങനെ ഞാൻ എല്ലാ സ്ഥലത്തും പോവും. മിക്കവാറും അവന് വരാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വരണം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. ഇതെന്തായാലും കണ്ടിരിക്കണം. കാരണം അവരുടെ ഭാഗത്ത് കോങ്ങാട് ഭാഗത്തൊക്കെ കാളവേലകളാണ് കൂടുതൽ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്ത് തന്നെ വണ്ടി നിർത്തിയിട്ടാണ്. അപ്പോൾ ഇത് വൈകുന്നേരം വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. വൈകുന്നേരം SNDPക്കാരൻ്റെ വെടിക്കെട്ടാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി കാവശ്ശേരിക്കാരൻ്റെ സാമ്പിൾ വെടിക്കെട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഈട് എല്ലാവരും ഉണ്ട് കേട്ടോ. വാവുള്ളിയാപുരംകാരും അതുപോലെ തന്നെ കഴനി കാവശ്ശേരി. കഴനിയും കാവശ്ശേരിയും ഒരുപാട് വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറയണം. എത്ര കോടി രൂപേൻ്റെ പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു അവകാശവാദങ്ങളും ഇല്ലാതാണ് വാവുള്ളിയാപുരംകാർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെയാണ് ഫസ്റ്റ് വെടിക്കെട്ട്. ഇതിപ്പോൾ ദേശക്കുതിരകളാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ കുതിരകളുണ്ട്. അപ്പോൾ നമ്മൾ കുറേ വർഷമായി ഇതിന് പോകുന്നതുകൊണ്ട് തന്നെ പ്രിപ്പറേഷനാണ് കേട്ടോ. വെള്ളം കാര്യങ്ങൾ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളുമായിട്ട് കൊടയാണ് മസ്റ്റ്. പക്ഷേ വാവുള്ളിയാപുരംകാർ പൊളിച്ചടിക്കില്ല. ഒരു അവകാശവാദങ്ങളും ഇല്ല. സംഭവം ശരി. ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വളരെ ദൂരത്ത് തന്നെ നിന്ന് കാണുന്നത് കേട്ടോ. പക്ഷേ എന്തിലും ഒരു പീസ് നമ്മുടെ നീർക്കൊരു വരവ് വന്നു കേട്ടോ. അത് കണ്ടോട്ടാ. കറക്റ്റ് ഞാൻ കുട കൊണ്ടൊന്ന് തട്ടി വിട്ടു. അമ്മാതിരി വരവായിരുന്നു കേട്ടോ ഒരു പീസ് വന്നു. കഴിവ് തന്നെ അല്ലടാ അത്. വേഗത്തിന് മൊത്തം
അപ്പം അങ്ങനെ നമ്മുടെ 2026 കാവശ്ശേരി പകൽ വെടിക്കെട്ട് അടിപൊളി. സോഷ്യൽ മീഡിയൻ്റെ ഒരു പവറാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കൊണ്ട് ലക്ഷക്കണക്കിന് ഫുൾ ബ്ലോക്കാണ്. പണ്ടൊക്കെ ഞാൻ കുട്ടികളെയും കൊണ്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ തന്നെ റെസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നും 2-3 വർഷമായിട്ട് അത് പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് എരുമൂർ മലബാർ ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഫേമസ് ബിരിയാണി, മലബാർ ബിരിയാണി, പൊറോട്ട, ചില്ലി എല്ലാം വാങ്ങി പ്രസാദ് ബറോയാണ് കേട്ടോ ബില്ല് പേ ചെയ്തെന്ന് അവൻ്റെ വക ചിലവിന് അടുത്ത വെടിക്കെട്ടിന് ഇങ്ങോട്ട് വരണം കേട്ടോ.